ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. സ്മാർട്ട് ഫോൺ നിർമ്മാണ രംഗത്ത് മികച്ചു നിന്ന ഒരു ബ്രാൻഡായിരുന്നു LG. എന്നാൽ ചൈനീസ് ബ്രാൻഡുകളുടെ വരവോടുകൂടി LG, അതുപോലെ തന്നെ സോണി തുടങ്ങിയ ബ്രാൻഡുകൾക്കൊക്കെ അവരുടെയൊക്കെ വാല്യൂ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാംസങ്, ഹുവാവേ, ആപ്പിൾ തുടങ്ങിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഇന്ന് 1, 2, 3 സ്ഥാനത്ത് നിൽക്കുമ്പോൾ LG നിൽക്കുന്നത് 7ാം സ്ഥാനത്താണ്. കൊറിയൻ ബ്രാൻഡായ LG 2009 അവരുടെ ആദ്യത്തെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയത്. 2011 പിന്നീട് അവർ LGയുടെ ആദ്യത്തെ ടാബ്ലറ്റും പുറത്തിറക്കി. പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് LGയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ G സീരീസിലാണ് അറിയപ്പെടുന്നത്. 2012 പുറത്തിറക്കിയ LG Optimus G എന്ന മോഡലാണ് ആദ്യത്തെ G സീരീസ് സ്മാർട്ട് ഫോൺ. എന്നാൽ ഇന്നത് LG G8s ThinQ എന്ന മോഡൽ വരെ എത്തി നിൽക്കുകയാണ്. എന്നാൽ LG G8s എന്ന മോഡലിന് ശേഷം LG G8X ThinQ എന്ന മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ എന്നും മികച്ച ഒരു ബ്രാൻഡ് തന്നെയായിരുന്നു LG. LG G8X ThinQ എന്ന മോഡലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഡ്യുവൽ ഡിസ്പ്ലേ സ്മാർട്ട് ഫോണാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫിക്സ് ചെയ്യാനും ആവശ്യമില്ലാത്ത സമയത്ത് റിമൂവ് ചെയ്യാനും സാധിക്കുന്ന ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ആണ് ഇത്. G8X എന്ന മോഡലിന്റെ പ്രൊട്ടക്ഷൻ കേസ് കൂടിയാണ് ഇത്. Type-C പോർട്ട് വഴിയാണ് ഫോണും അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്പ്ലേയും കൂടെ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത ഫോണിൽ നിന്ന് ഡ്യുവൽ സ്ക്രീൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ സ്ക്രീൻ സെക്കൻഡറി സ്ക്രീനുമായി ഷെയർ ചെയ്ത് ഉപയോഗിക്കാനാകും. മൾട്ടി ടാസ്കിംഗ് എളുപ്പമാക്കാനാണ് ഇങ്ങനെയൊരു ടെക്നോളജി LG വികസിപ്പിച്ചത്. അതുപോലെ സെക്കൻഡറി ഡിസ്പ്ലേ ആയി പ്രവർത്തിക്കുന്ന ഈ ഫോൺ കേസിന്റെ പുറം വശത്ത് 2.1 ഇഞ്ചസിന്റെ മോണോക്രോം OLED ഡിസ്പ്ലേയും ഉണ്ട്. ടൈം, ഡേറ്റ്, ബാറ്ററി സ്റ്റാറ്റസ്, നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു മോണോക്രോം ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ടെക്നോളജിയാണ് LG ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം പ്രൈമറി സ്ക്രീനാണ് ഇവിടെ വിർച്വൽ ജോയ്സ്റ്റിക് ആയി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ മികവുള്ളതായിരിക്കും. ഇത് LGയുടെ ആദ്യത്തെ ഡ്യുവൽ സ്ക്രീൻ ഫോണല്ല. LG V50 ആണ് ആദ്യത്തെ ഡ്യുവൽ സ്ക്രീൻ ഫോൺ. ഇനി നമുക്ക് ഈ ഫോണിന്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കാം. 6.4 ഇഞ്ചസ് OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ഇത്. IP68 വാട്ടർ പ്രൂഫ് ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ആണ് ഈ ഫോൺ. ആൻഡ്രോയിഡ് 9 Pie ആണ് OS വരുന്നത്. Qualcomm Snapdragon 855 ആണ് പ്രോസസർ. ഇതൊരു ഒക്ടാ കോർ പ്രോസസറാണ്. Adreno 640 ആണ് GPU വരുന്നത്. കാർഡ് സ്ലോട്ട് അപ് ടു 1 TB. 6GB RAM, 128 GB ആണ് ഇന്റേണൽ സ്റ്റോറേജ്. ഡ്യുവൽ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. 12 മെഗാപിക്സലിന്റെ സ്റ്റാൻഡേർഡ് ക്യാമറയും 13 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാപിക്സലിനാണ്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. 4000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. 21 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. അതുപോലെ വയർലെസ് ചാർജിംഗ് സൗകര്യവും ഉണ്ട്. പ്രീമിയം ഫോൺസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോൺസ് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ.